ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ദമാമിലുള്ള CBSE സ്കൂളിലേക്ക് വിസ ജോബ് അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് അക്കൗണ്ടിങ്, ബിസിനസ്, ഇക്കണോമിക്സ്, കൊമേഴ്സ് ടീച്ചേഴ്സിനുള്ള വേക്കൻസിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സയൻസ് ടീച്ചേഴ്സ്, മെയിൽ ടീച്ചേഴ്സിനുള്ള വേക്കൻസി എല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം അതിൽ വേക്കൻസി വരുന്ന സമയത്ത് അവർ നമ്മളെ ഇൻഫോം ചെയ്യാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇതിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് വെർച്വൽ ഇൻ്റർവ്യൂ, അതായത് ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത്. നിങ്ങൾക്കുള്ള വിസയും ടിക്കറ്റും സ്കൂള് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജോബ് കിട്ടിയാൽ നിങ്ങൾക്ക് അക്കോമഡേഷനും സ്കൂള് തന്നെ പ്രൊവൈഡ് ചെയ്തു തരും. ഈ 3 കാര്യങ്ങളാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുകൂടാതെ ഇയർലി നാട്ടിലേക്ക് പോയി വരാനുള്ള വെക്കേഷൻ സമയത്തുള്ള ടിക്കറ്റും നിങ്ങൾക്ക് സ്കൂള് തന്നെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം, ദമാം ഓർ ജിദ്ദ സൗദി അറേബ്യക്കകത്തുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരോട് പറയാൻ, നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആൻഡ് BEd ആണ്. കാരണം വിസ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു BEd ഉണ്ടായിരിക്കണം. അപ്പോൾ മാസ്റ്റർ ഡിഗ്രി എല്ലാം ഉള്ളവരാണെങ്കിൽ ഒന്നുകൂടെ ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ടാവും. ബട്ട് ഡിഗ്രിയും BEdും മതി നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അപ്പോൾ സാലറി എങ്ങനെയാണ്? അതല്ല അടുത്തത് ചോദിക്കുന്നത്. സാലറി അവർ പറയുന്നത് നാട്ടിലെ ഒരു 6-7 ലാഖാണ് പെർ ഇയർ മിനിമം. അതായത് സൗദി റിയാല് 2500 to 4500 ഇടയിലുള്ള ഒരു സാലറി ആയിരിക്കും. അത് നിങ്ങളുടെ പെർഫോമൻസിന് അനുസരിച്ചാണ് അവർ ആ സാലറി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ ഏറ്റവും കുറച്ച് സാലറി എക്സ്പെക്റ്റ് ചെയ്യാം. നന്നായിട്ട് പെർഫോം ചെയ്യാം. ഇൻ്റർവ്യൂവിൽ മാക്സിമം നമ്മൾ പെർഫോമൻസ് കൊടുക്കണം. അപ്പോഴാണ് അവർ അതിനനുസരിച്ചാണ് നമ്മുടെ പെർഫോമൻസ്, എക്സ്പീരിയൻസ്, നമ്മുടെ ഡെമോ പ്രസൻറ്റേഷൻ അതിനനുസരിച്ചായിരിക്കും അവർ നമ്മുടെ സാലറിയിലുള്ള ആ ഒരു ഇത് ഫിക്സ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുത്തവർ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ CV അതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂ പ്രിപ്പറേഷന്, ഡെമോ എല്ലാം അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് നമ്മുടെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്താൽ അതും അവൈലബിൾ ആണ്. ഇനി അടുത്തത് പറയാനുള്ളത്, ഇൻ്റർവ്യൂ 4 ലെവലായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷനും മറ്റു കാര്യങ്ങളും, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷന് കാര്യങ്ങൾ അതെല്ലാം ചോദിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ. രണ്ടാമത്തെ ഇൻ്റർവ്യൂ അക്കാദമിക്കൽ. അതിലായിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക, അക്കാദമിക്കലി നിങ്ങളുടെ ക്ലാസ് ഏതാണ്, മറ്റു കാര്യങ്ങൾ, അവർ സബ്ജക്റ്റ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അടുത്തത് മൂന്നാമത്തതും 4ാമത്തെ ഇൻ്റർവ്യൂ വരുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് അക്കാദമിക് ഡയറക്ടർ ഇൻ്റർവ്യൂ. അത് ജസ്റ്റ് നിങ്ങൾ അവരൊന്ന് വെർച്വൽ ഇൻ്റർവ്യൂ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും ആ ഒരു ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ എന്തായാലും അറിയാലോ, നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡെമോൺസ്ട്രേഷന്, അതുപോലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അവർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാവും. എന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇന്ത്യൻ സ്കൂൾ എന്ന് പറയുമ്പോൾ, CBSE സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻസ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ അത്ര അധികം നിങ്ങൾക്ക് ആക്സെൻറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. എപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷ് പേടിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കേണ്ട. കാരണം ഇൻ്റർനാഷണൽ സ്കൂളിൽ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവണം, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണം. സബ്ജക്ട് ടീച്ചേഴ്സിന് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, അതും നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇനി ആ ടെൻഷനും വേണ്ട. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയുന്ന പോലുള്ള ഒരു ഇൻ്റർനാഷണൽ ജോബിന് വേണ്ട പോലുള്ളൊരു CV ആക്കിയിട്ട് CV നിങ്ങൾ സെൻഡ് ചെയ്ത് തരിക. eduacademy2025@gmail.com. നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇതിൻ്റെ ഇമെയിൽ ID കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഇമെയിലിലേക്ക് CV നമുക്ക് ഷെയർ ചെയ്ത് തരിക. അതിൽ നിന്നും നിങ്ങളുടെ ബെസ്റ്റ് CV, അതായത് ഈ ഒരു ക്വാളിഫിക്കേഷൻ വേണം. അതല്ല, ഇനി നിങ്ങൾക്ക് BEd ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. കാരണം അതിൽ നിന്ന് കോമേഴ്സ് ആയിട്ടുള്ള CV ആണ് എടുത്തിട്ട് നമ്മൾ ഒന്നിച്ചായിരിക്കും അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷന് നിങ്ങൾ തരാൻ ശ്രമിക്കുക. അത് തരുന്ന സമയത്ത് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ആക്കുക. കാരണം ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് മിനിമം 6 മന്ത് വാലിഡിറ്റി ഉള്ള, അതായത് എക്സ്പയർഡ് ആവാൻ ഇനിയും 6 മന്ത് ഉണ്ടാവണം, അങ്ങനെയുള്ള പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ മതി വിസ ജോബിന് വരുന്നതിന് വേണ്ടി. അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എല്ലായിടത്തും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്കുള്ള സബ്ജക്റ്റ് അല്ലെങ്കിലും നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയരുത്. വേറെ ആർക്കെങ്കിലും ഈ ഒരു പോസ്റ്റ് കിട്ടിയിട്ട് അവർക്ക് ജോബ്, അവർ ഗൾഫിലേക്ക് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ജോബ് കിട്ടാനൊരു അവസരമാവട്ടെ ഈ വീഡിയോ, അവരുടെ ഫാമിലിക്കും ഇതൊരു ഗുണം ചെയ്യട്ടെ എന്നുള്ളതും കൂടെ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഷെയർ ചെയ്യാതിരിക്കരുത്. മാക്സിമം ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.